നല്ല മാർജിൻ കിട്ടുന്ന ഒരു മോഡലാണിത്. കഫ്താന് തന്നെ നല്ല മാർജിൻ കിട്ടുന്നതാണ്. ഓൺലൈൻ വഴി സെയിൽ ചെയ്താൽ നല്ല പ്രോഫിറ്റോടുകൂടി നിങ്ങൾക്ക് കഫ്താൻ നൈറ്റി സെയിൽ ചെയ്യാനായിട്ട് പറ്റും. ഒരാൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ മിനിമം എത്ര ഓർഡർ എടുക്കേണ്ടി വരും? മിനിമം നമുക്ക് 15 പീസ് എടുത്താൽ മതി. വെറും 15 പീസ് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാനായിട്ട് പറ്റും. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ലിറ്റിൽ ബ്രദേഴ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു കൊച്ചു ബിസിനസ് തുടങ്ങണം എന്ന് ആഗ്രഹമുള്ളവരാണോ നിങ്ങൾ? എന്നാൽ എന്ത് ബിസിനസ് തുടങ്ങണം എന്നതിൽ കൺഫ്യൂസ്ഡ് ആണ് എങ്കിൽ അതിന് പറ്റിയ ഒരു സൊല്യൂഷനായിട്ടാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ. നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് കൊല്ലം കല്ലുവാതുക്കലിലെ ജീജാസ് അപ്പാരൽ കളക്ഷനിലേക്കാണ്. ഇവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് നേരിട്ട് ജീജ ചേച്ചിയോട് തന്നെ ചോദിച്ചറിയാം. ജീജ ചേച്ചി, അപ്പൊ നമ്മൾ ഇതിനു മുന്നേ നൈറ്റി മെറ്റീരിയൽസിന്റെ ഒരു വീഡിയോ ആയിരുന്നു എടുത്തത്. അപ്പൊ ഇനി ഈ ജീജ അപ്പാരൽസിലെ നൈറ്റികളുടെ ഒരു വിശേഷമൊക്കെ നമുക്കൊന്ന് പങ്കുവെച്ചാലോ? ജീജാസില് 2 സെക്ഷനാണ് ഉള്ളത്. ഒന്ന് റെഡിമെയ്ഡ് നൈറ്റി, രണ്ടെന്ന് പറഞ്ഞ മെറ്റീരിയൽസ് ടു പാക്കിംഗ് കവർ. അപ്പൊ ഇന്ന് നമ്മള് നൈറ്റിയുടെ വിശേഷങ്ങളാണ് പങ്കുവയ്ക്കാൻ പോണത്. അപ്പൊ ഇവിടെ പലതരത്തിലുള്ള നൈറ്റികളുണ്ട്. അപ്പൊ അതിന്റെ ക്വാളിറ്റിയും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ്? നമ്മള് 3 ക്വാളിറ്റി നൈറ്റീസ് ചെയ്യുന്നുണ്ട്. അതായത് ഫാബ്രിക്കിന്റെ ക്വാളിറ്റിയിൽ 3 ക്വാളിറ്റി, ലോക്കൽ ക്വാളിറ്റി, മീഡിയം ക്വാളിറ്റി, പ്രീമിയം ക്വാളിറ്റി, ഇങ്ങനെ 3 ക്വാളിറ്റിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ വെറൈറ്റി മെറ്റീരിയൽസിലും നമ്മൾ ചെയ്യുന്നുണ്ട്, വെറൈറ്റി മോഡലിലും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ചേച്ചി, ഈ ക്വാളിറ്റി എന്ന് പറഞ്ഞല്ലോ ഇതില്, അതെങ്ങനെ നമ്മൾ ഇങ്ങനെ തിരിച്ചറിയുന്നത്? ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ 240 GSM മുതൽ 365 GSM വരെയുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ച് ചെയ്ത നൈറ്റികളാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. അപ്പം ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായത് കണ്ടോ, ഇത് 240 GSM ചെയ്തൊരു നൈറ്റിയാണ്. ഇത് നമ്മുടെ ലോക്കൽ ക്വാളിറ്റിയിൽ വരുന്നതാണ്. ഇനി ഞങ്ങൾ മീഡിയം ക്വാളിറ്റി ചെയ്യുമ്പോൾ 255 GSM ഇട്ടാണ് ചെയ്യുന്നത്. ഇത് GSM എന്ന് പറഞ്ഞാൽ ഈ തുണിയുടെ തിക്നെസ് ആണ്. കണ്ടത് നമ്മൾ എടുത്തിടുമ്പോൾ തന്നെ അതിന്റെ ഒരു വ്യത്യാസം മനസ്സിലാവും. ഇതെന്ന് പറഞ്ഞാൽ സെയിം മോഡലാണ്. കണ്ടോ, ഫോട്ടോയിൽ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇതും ഒരേ കണക്ക് തോന്നും. പക്ഷെ ഇതെന്ന് പറയുന്ന ലോക്കൽ ക്വാളിറ്റി, ഇത് കണ്ടോ അതിന്റെ മീഡിയം ക്വാളിറ്റിയാണ്. കുറച്ചും കൂടി നല്ല മെറ്റീരിയൽ ആണിത്. ഇത് 255 GSM വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പ്രീമിയം ആകുമ്പം 265+ വരും. കണ്ടോ, 3 ഒരേ മോഡല്, വ്യത്യസ്ത ക്വാളിറ്റി. ഇതാണ് നമ്മൾ ഫോട്ടോസ് ഇട്ട് കൊടുക്കും. ഓൺലൈനും ഓഫ്ലൈനും നമുക്ക് ആ ഫോട്ടോയ്ക്കകത്ത് നമ്മൾ ഏത് ക്വാളിറ്റി ആണെന്ന് വ്യക്തമായിട്ട് എഴുതിയാണ് നമ്മൾ കസ്റ്റമേഴ്സിന് ഫോട്ടോസ് ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ അവർക്ക് അതിൽ നിന്ന് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും ഏത് ക്വാളിറ്റി ആണെന്നുള്ളത്. അതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റി, അതായത് ചുങ്കിടി, ബാട്ടിക്ക്, ഷിബോരി, പ്ലെയിൻ മെറ്റീരിയൽ, അജ്രക്ക്, 240 GSM, 250 GSM, അങ്ങനെ കോട്ടണിൽ വരുന്ന നൈറ്റീസിന്റെ എല്ലാ വെറൈറ്റിയിലും ഞങ്ങൾ നൈറ്റി ചെയ്യുന്നുണ്ട്. നമുക്ക് വരുന്ന വീഡിയോ നീളത്തിൽ പോകുമ്പോഴത്തേക്ക് നമുക്കിത് ഓരോന്നോരോന്നായിട്ട് കാണാം. അപ്പൊ ഏതൊക്കെ മോഡൽ നൈറ്റികളൊക്കെ ഒരുപാട് മോഡലുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് കാണാം. നമ്മളിപ്പം കണ്ട നൈറ്റി എന്ന് പറയുന്നത് നോർമൽ 3/4 സ്ലീവ് നൈറ്റിയാണ്. ഇനി മാനസി കട്ട് കാണാം. മാനസി കട്ട്, 3 പീസ് നൈറ്റി, മിന്നു കട്ട് നൈറ്റി, ഇങ്ങനെ ഒരുപാട് പേരിലാണ്, ഓരോ സ്ഥലങ്ങളിൽ ഇത് ഓരോ റേറ്റിലാണ് അറിയപ്പെടുന്നത്. ഇത് നമുക്ക് നല്ല പോണ ഒരു മോഡലാണ്. അതായത് പ്ലീറ്റഡ് നൈറ്റി ഇടുന്നവർക്കും ഉപയോഗിക്കാം, ചുരിദാർ കട്ട് നൈറ്റി ഇടുന്നവർക്കും ഈ ഒരു മോഡൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. കണ്ടോ, ഇതാണ് മാനസി കട്ട്. ചിലർ മിന്നു കട്ട് എന്ന് പറയും, ചിലർ 3 പീസ് കട്ട് എന്ന് പറയും. ഇതെല്ലാം ഈ ഒരു മോഡലാണ്. ഇത് നമ്മൾ ഒരുപാട് ക്വാളിറ്റി മെറ്റീരിയൽ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ മീഡിയം ക്വാളിറ്റിയിലുള്ളതാണ്. ഇത് തന്നെ ഞങ്ങൾ പ്രീമിയത്തിൽ ചെയ്തിട്ടുണ്ട്. ഇതാകുമ്പോൾ അതിന്റെ പ്രീമിയം ക്വാളിറ്റിയിലുള്ള ഒരു നൈറ്റിയാണ്. കേട്ടോ, ഇത് നമുക്ക് നല്ല ഡിമാൻഡ് ഉള്ളത്, അതുകൊണ്ട് എല്ലാത്തിലും ഞങ്ങൾ ചെയ്യും. അതുപോലെ ഇത് അജ്രക്കിൽ ചെയ്തേക്കുന്നതാണ്. കേട്ടോ, അജ്രക്കില് മാനസിയാണിത്. ഇത് മിക്സ് ആൻഡ് മാച്ച് ആണ്. ഇത് ഇങ്ങനെ തന്നെ എടുക്കണം. സെറ്റ് കമ്പൽസറി ആണ് എന്ന് മാത്രമേ ഉള്ളൂ നമുക്ക്. പിന്നെ അതുപോലെ ബാട്ടിക്കിനകത്ത് വരും. ഇത് ബാട്ടിക്കൊക്കെ നല്ല ഡിമാൻഡാണ് മാനസിക്കകത്ത്. ഇത് കണ്ടോ, ഇത് ബാട്ടിക്കിൽ നമ്മൾ മാനസി ചെയ്തേക്കുന്നതാണ്. പുറത്തുനിന്ന് ഒരാൾ പെട്ടെന്നൊരു ഓർഡർ ഒക്കെ തന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കൊടുക്കാൻ കഴിയുമോ? തീർച്ചയായിട്ടും കൊടുക്കാൻ പറ്റും. പിന്നെ ഇത് കണ്ടോ, ഷിബോരിക്കകത്ത് വരുന്നത്. ഇതൊക്കെ എന്നും ഡിമാൻഡാണ്. കണ്ടോ, എത്ര സ്റ്റോക്ക് നമ്മൾ ചെയ്ത് വെച്ചാലും നമുക്ക് കസ്റ്റമറിന് പെട്ടെന്ന് തീരും ഇത്. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ തന്നെ പ്ലെയിനിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് ഞങ്ങൾ. കണ്ടോ, പ്ലെയിൻ നൈറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു മോഡലായിട്ടും കൂടെ മാറിയിരിക്കുകയാണ്. അപ്പൊ ഇത്രയും വെറൈറ്റിയിൽ നമ്മൾ ഈ ഒരു മോഡൽ തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്ലീറ്റഡ് നൈറ്റി, പ്ലീറ്റഡ് ആണെങ്കിലും എല്ലാം ഞങ്ങൾ മീഡിയത്തിലും പ്രീമിയത്തിലും ചെയ്യും.
അതായത് ഏത് കസ്റ്റമറിന് ഏത് റേറ്റിൽ വേണമെങ്കിലും സപ്ലൈ ചെയ്യാനായിട്ടുള്ള സാധനങ്ങൾ ഞങ്ങളുടെ അടുത്തുണ്ട്. പ്രീമിയം വേണമെന്നുള്ളവർക്ക് പ്രീമിയം എടുക്കാം, മീഡിയം വേണമെന്നുള്ളവർക്ക് മീഡിയം എടുക്കാം. അത് പ്രീമിയത്തിലാണ്. ഇതിന്റെ തന്നെ ഇനി മീഡിയം ഉണ്ട് കേട്ടോ. സെയിം മോഡല്, മീഡിയം ക്വാളിറ്റി. കാര്യം ഷോപ്പൊക്കെ ആകുമ്പോൾ നമുക്ക് എല്ലാ റേറ്റിലും സാധനം വേണം. എല്ലാ റേറ്റിലും സാധനം ഉണ്ടെങ്കിൽ നമുക്ക് സെയിൽ നല്ല രീതിയിൽ നടക്കത്തുള്ളൂ. കസ്റ്റമർ വന്ന് ഏത് റേറ്റാണ് ചോദിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പൊ ഏത് റേറ്റിൽ ആള് വന്നാൽ നമ്മുടെ അടുത്ത് കൊടുക്കാൻ സാധനമുള്ള ഷോപ്പുകളിൽ മാത്രമേ സെയിൽ നടക്കത്തുള്ളൂ. അല്ലാതെ ഒരു ക്വാളിറ്റി മാത്രം ഫോക്കസ് ചെയ്താൽ നമുക്ക് സെയിൽ താരതമ്യേന കുറവായിരിക്കും. എല്ലാ ക്വാളിറ്റി ഉള്ളിടത്താണ് നല്ല സെയിൽ നടക്കുന്നത്. ഇത് പ്ലീറ്റഡിൽ വരുന്നതാണ്. ഇനി കഫ്താനുണ്ട്. കഫ്താൻ ഞങ്ങളുടെ ഒരു വെറൈറ്റി ആയിട്ട് നമ്മൾ ചെയ്യുന്നത്, നമുക്ക് ഏറ്റവും മൂവുള്ള ഐറ്റങ്ങളിൽ ഒന്നാണ് കഫ്താൻ എന്ന് പറയുന്നത്. ഇത് നമ്മൾ അജ്രക്കിനകത്ത് ചെയ്തേക്കുന്ന കഫ്താനാണ്, കണ്ടോ. പിന്നെ ഇത് നമ്മൾ പ്ലെയിനിൽ ചെയ്തേക്കുന്ന കഫ്താനാണ്. ഇത് ഭയങ്കര ഡിമാൻഡാണ് ഈ സാധനം. ഒന്ന് പ്യുവർ കോട്ടൺ ആണ്. പിന്നെ നമ്മളൊരു ബീഡൊക്കെ വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. ഫുൾ സൈഡിൽ മൊത്തം GPO ലേസ് കൊടുത്തിട്ടാണ് ചെയ്തേക്കുന്നത്. ഇതൊക്കെ ഓൺലൈൻ വഴിയാണ് നല്ല രീതിയിൽ സെയിൽ നടക്കുന്നത്. അകപ്പാട് നമ്മൾ പറയുന്ന ഒരെണ്ണം എന്ന് പറഞ്ഞാൽ സെറ്റ് എടുക്കണം. സെറ്റ് ഇപ്പം അജിരക്കാണെങ്കിൽ ഒരു സെറ്റിൽ 3 പീസേ വരുള്ളൂ. നേവി ബ്ലൂ, റെഡ്, മെറൂൺ. ഇത് 3 നിങ്ങൾ എടുക്കണം. ഇത് മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ. ഇത് ഇപ്പം അജിരക്കിന്റെ 3 സെറ്റ്, പ്ലെയിനിന്റെ 3 എണ്ണം, പിന്നെ ചുങ്കുടിയുടെ ഒരു സെറ്റ്, ഇങ്ങനെ എടുത്ത് നിങ്ങൾക്ക് 15 പീസ് ആക്കാം. 15 പീസിന് മുകളിൽ എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. 15 പീസ് നമുക്ക് റീറ്റെയിൽ ഇല്ല. അതുകൊണ്ട് തന്നെ 15 പീസിൽ താഴെ നമ്മൾ സെയിൽ ചെയ്യുന്നില്ല. ചേച്ചി, നമുക്കപ്പോ എത്ര രൂപയുണ്ടെങ്കിൽ ഒരു നൈറ്റി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും? നമുക്ക് സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത് 115 രൂപയാണ്. അപ്പൊ 115 രൂപയുടെ 15 എണ്ണം എടുക്കുവാണെങ്കിൽ വെറും 1725 രൂപ മുതൽ നിങ്ങൾക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഇന്നെന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് വെറൈറ്റി വേണം, സെലക്ഷൻ വേണം, ക്വാളിറ്റി വേണം. അങ്ങനെയാണ് നമുക്ക് ബിസിനസ് നടക്കുന്നത്. ഇപ്പം ലോ പ്രൈസിലതൊന്നും നമ്മുടെ ഈ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എല്ലാവർക്കും വെറൈറ്റി ആണ് വേണ്ടത്. വെറൈറ്റി, ക്വാളിറ്റി ഇതൊക്കെയാണ് വേണ്ടത്. അപ്പം ഇതിലെ വെറൈറ്റികൾ എല്ലാം കൂടി ചേർത്ത് ഒരു ബിസിനസ്സായിട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 10,000 രൂപ മുടക്കി നിങ്ങൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എല്ലാ വെറൈറ്റിയിലും മിക്സ് ചെയ്ത് നിങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റും. അങ്ങനെ നമ്മൾ എടുത്ത് ഒരു 10,000 രൂപയെങ്കിലും മുടക്കി നമ്മളൊരു ബിസിനസ്സിലോട്ട്, ഈ ഒരു നൈറ്റി ബിസിനസ്സിലോട്ട് ഇറങ്ങിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുവിധമുള്ള എല്ലാ മോഡൽസും എല്ലാ ക്വാളിറ്റിയും അതിനകത്ത് കൊണ്ടുവരാൻ പറ്റും. എല്ലാ ക്വാളിറ്റിയും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ എടുക്കുമ്പോഴാണ് നമുക്ക് സെയിൽ നടക്കുന്നത്. ഇത് പ്രീമിയം ക്വാളിറ്റി. നമ്മൾ കഫ്താൻ പ്രീമിയത്തിൽ മാത്രമേ ചെയ്തുള്ളൂ കേട്ടോ. കാര്യം പിന്നെ റീസെയിൽ പോകണമെന്ന് പറഞ്ഞാൽ നല്ല മാർജിൻ ഇട്ടാണ്. അപ്പം നമ്മൾ ആ ക്വാളിറ്റിയിലാണ് നമ്മൾ ഓരോ ഐറ്റവും നമ്മൾ മേക്ക് ചെയ്യുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഫുൾ GPO ലേസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. GPO ലേസ് ആണെങ്കിൽ നല്ല ക്വാളിറ്റിയിലാണ്. അതായത് ഇത് നമ്മുടെ ദേഹത്തൊന്നും കൊള്ളത്തില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ലേസ് ആണിത്. അത് നമ്മൾ നെക്കിലും വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ടൈയുടെ അറ്റത്ത് നമ്മൾ അത് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെയൊക്കെ ഫസ്റ്റ് ക്വാളിറ്റി മെറ്റീരിയൽ ആണ്. ഇതിനൊക്കെ ഞങ്ങൾ 100% ഗ്യാരണ്ടി കൊടുക്കുന്ന മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടാണ് വെറൈറ്റി ഐറ്റംസ് ചെയ്തത്. കാര്യം വെറൈറ്റി ഐറ്റംസിന് നല്ല പ്രോഫിറ്റ് ആണ്. അപ്പൊ ഇതിന്റെ റേറ്റ് ഒക്കെ ഒന്ന്? റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഹോൾസെയിൽ മാത്രം ചെയ്യുന്ന പിന്നെ ഡീലറാണ്. എല്ലാ വീഡിയോയുടെ താഴെ എപ്പോഴും വരുന്ന ഒരു കമന്റ് ആണ്, റേറ്റ് പറയൂ മാഡം, റേറ്റ് പറയൂ മാഡം എന്ന്. ഒരിക്കലും നമുക്ക് റേറ്റ് പറയാൻ പറ്റില്ല. ഞാൻ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും പറയുന്നുണ്ട്. 115 മുതൽ 275 വരെയുള്ള പ്രോഡക്റ്റ് നമ്മുടെ അടുത്തുണ്ട്. പിന്നെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ ഇതുപോലെ നൈറ്റിയുടെ ഫോട്ടോസ്, അതായത് ഒരു നൈറ്റി നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചേക്കും, അതിനകത്ത് ഇതിന്റെ സൈഡിൽ ഇതിന്റെ സെറ്റ് വെച്ചേക്കും. എന്നിട്ട് ഇതിന്റെ ക്വാളിറ്റി, റേറ്റ്, മോഡൽ എല്ലാം നല്ല വ്യക്തമാക്കി നമ്മൾ കസ്റ്റമേഴ്സിന് ഫോട്ടോസ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓൺലൈൻ വഴിയുള്ളവർക്ക്, അല്ലാത്തവർക്ക് നേരിട്ട് വന്ന് എടുക്കാം. കാര്യം നമ്മുടെ കസ്റ്റമറിന് ഈ പബ്ലിക്കായിട്ട് റേറ്റ് പറയുമ്പോൾ കസ്റ്റമേഴ്സിന് അതിനകത്ത് പ്രോഫിറ്റ് ഇടുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാവും. ഒന്ന്, പിന്നെ ഈ നൈറ്റ് സെയിൽ ചെയ്യുന്നത് ഓരോ കസ്റ്റമറും ഓരോ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് അവർ സെയിൽ ചെയ്യുന്നത്. ചിലവർ നമ്മളെ നിന്ന് എടുത്ത് വീണ്ടും ഹോൾസെയിലിന് കൊടുക്കുന്നവരുണ്ട്, പിന്നെ ഇൻസ്റ്റാൾമെന്റ് കൊടുക്കുന്നവരുണ്ട്, പിന്നെ എന്താണ് 3 എണ്ണം കോംബോ ആക്കി വെച്ച് കൊടുക്കുന്നവരുണ്ട്, സിംഗിൾ പീസ് കൊടുക്കുന്നവരുണ്ട്. അപ്പം അവര് ഓരോരുത്തരും പ്രോഫിറ്റ് ഇടുന്ന അവരവരുടെ ഐഡിയ വെച്ചിട്ടാണ്. അപ്പൊ ഒരിക്കലും നമുക്ക് പബ്ലിക്കായിട്ട് നമ്മൾ റേറ്റ് പറയുന്നത് ഒന്ന് എന്റെ കസ്റ്റമേഴ്സിനെ നല്ല രീതിയിൽ ബുദ്ധിമുട്ടിക്കും. കസ്റ്റമറിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യങ്ങളും ഞാൻ ചെയ്യത്തില്ല. രണ്ടെന്ന് പറയുന്നത് നമ്മളിതിൽ റേറ്റ് പറഞ്ഞെന്ന് വെച്ചോ, മാർക്കറ്റ് എപ്പോഴും അപ്പ് ആൻഡ് ഡൗൺ ആവും. ഇപ്പം മാർക്കറ്റ് ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്ത് പോവുക റേറ്റിൽ. ഓരോ ദിവസം ഒരു പിന്നെ റോ മെറ്റീരിയൽസിന് റേറ്റ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്കെന്ന് പറഞ്ഞാൽ ഒരേ റേറ്റിൽ വിടാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അത് മാത്രമല്ല, ജെന്യുവിൻ ആയിട്ടുള്ള ഒരു ഷോപ്പും
എനിക്ക് തോന്നുന്നില്ല റേറ്റ് പറയുന്നവര് ഫേക്ക് റേറ്റ് ആയിരിക്കും അവർ പറയുന്നത്. നിങ്ങൾ ആ ഷോപ്പിൽ ചെന്നാൽ നിങ്ങൾക്ക് ഒരിക്കലും അവർ പറയുന്ന റേറ്റിൽ സാധനം കിട്ടത്തില്ല. ഇത് കണ്ടോ, നമ്മൾ നേരത്തെ കണ്ടത് ബാട്ടിക്കാണ്, ഇത് ബാട്ടിക്കാണ്. നേരത്തെ കണ്ടതെന്ന് പറഞ്ഞാൽ ഓൾ ഓവർ ബട്ടിക്ക് എന്ന് പറയും. ഇതിപ്പം പെരുന്നാളായതുകൊണ്ട് തന്നെ എല്ലാത്തിലും ഞങ്ങൾ 3/4 സ്ലീവ് നൈറ്റി ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ നൈറ്റി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഇപ്പോഴാണ് നല്ല സമയം. കാര്യം എന്ന് പറഞ്ഞാൽ ഇനി അങ്ങോട്ട് സീസണാണ്, മാർക്കറ്റ് ഉണർന്നു വരുക. കാര്യം പെരുന്നാളായി, വിഷു ഉണ്ട്, പിന്നെ പെരുന്നാളുണ്ട്, അത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് പിന്നെ നല്ല ചൂട് സമയം, മാർച്ചൊക്കെ ആകുമ്പോൾ നല്ല ചൂടാണ്. ചൂട് സമയത്തെന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന നൈറ്റി ആയിരിക്കും. അത് കഴിയുമ്പോഴത്തേക്ക് പിന്നെന്താ, ഉത്സവങ്ങളുണ്ട് ഇതിന്റെ ഇടയ്ക്ക്. അത് കഴിയുമ്പോൾ പിന്നെ ഓണത്തിന്റെ, പിന്നെ കർക്കിടകത്തിന്റെ പിന്നെ സെയിൽ വരും. ഇതെല്ലാം ബാട്ടിക്കാണ്, ബാട്ടിക് നൈറ്റീസ്. ഈ ബാട്ടിക് നൈറ്റിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബാട്ടിക്ക്, ചുങ്കിടി, ഗുജിരി, ഈ 3 നൈറ്റിയുടെയും പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഹാൻഡ് മെയ്ഡ് കോട്ടൺ ആണ്, പ്യുവർ കോട്ടൺ ഹാൻഡ് മെയ്ഡ്. ഇതിന്റെ എല്ലാം കോപ്പി ഉണ്ട്, ഇതിന്റെ മെഷീൻ പ്രിന്റ് ഉണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഹാൻഡ് മെയ്ഡ് കോട്ടൺ ആണ്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമ്മള് ഈ ദേഹത്ത് അമിതമായ ചൂട് വരുന്ന ലേഡീസ് ഉണ്ട്, പിന്നെ ചില സർജറി കഴിയുമ്പോൾ ചിലർക്ക് ചൂട് കൂടും, ചിലവർക്ക് പൊതുവേ നമ്മുടെ ദേഹത്ത് ചൂട് കൂടുതലായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വിയർപ്പ് ബാക്കി നമ്മുടെ ഇതിനെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ വിയർപ്പ് പിടിക്കുന്നത് ഈ കോട്ടണിലാണ്. കോട്ടണിൽ ഏറ്റവും കൂടുതൽ പോണത് ബാട്ടിക്ക്, അതുപോലെ തന്നെ ചുങ്കിടി, പിന്നെ ഇതെല്ലാം ഹാൻഡ് മെയ്ഡ് ആണ്. അതുകൊണ്ട് കൂടി തന്നെയാണ് അത്രയും ഒരു നമുക്ക് ഇടാനും സുഖം. ഇതൊക്കെ ഉപയോഗിക്കുന്നവർ ഇത് മാത്രമേ ഉപയോഗിക്കൂ, വേറെയൊക്കെ അവർക്ക് അങ്ങോട്ട് ശരിയാവത്തില്ല. അപ്പൊ മാഡം, ഈ പലർക്കും ഈ ഒരു ബിസിനസ്സിലോട്ട് വരണം എന്നൊക്കെ വളരെയധികം താല്പര്യമുള്ളതാണ്. അപ്പൊ പലരുടെയും ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് വിപണനം എങ്ങനെയാണ് നടക്കുന്നതെന്നാണ്. വിപണനം എന്ന് പറയുന്നത് ഒരു കലയാണ് ശരിക്കും, മനസ്സിലായോ? പിന്നെ ഇന്ന് പണ്ടത്തെ അപേക്ഷിച്ച് ഒരുപാട് രീതിയിൽ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും. പണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു നോട്ടീസ്, ഇപ്പൊ ഞാൻ തന്നെ 11ാമത്തെ വർഷമാണ് ഈ ഫീൽഡിൽ വരുന്നത്. തുടക്ക സമയത്തൊക്കെ പറഞ്ഞാൽ നമുക്ക് പിന്നെ ഒന്ന് കടകളിൽ പോയി ഓർഡർ ഡയറക്റ്റ് പിടിക്കുക, അതല്ലെങ്കിൽ നോട്ടീസ് അടിച്ച് പത്രത്തിൽ വെക്കുക. കൂടിപ്പോ ഒരു 15 കിലോമീറ്ററിന് അപ്പുറത്തോട്ട് നമ്മുടെ അഡ്വർടൈസ്മെന്റ് പോകത്തില്ലായിരുന്നു. ഇന്നെന്ന് പറഞ്ഞാൽ ഓൺലൈൻ പ്ലാറ്റ്ഫോം നല്ല രീതിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്യാം. വാട്സപ്പ് ഗ്രൂപ്പ് വഴി നമുക്ക് വിൽക്കാം, ഫേസ്ബുക്ക് വഴി വിൽക്കാം, ഇൻസ്റ്റഗ്രാം വഴി വിൽക്കാം. ഇത് 3 നമുക്ക് പ്രത്യേകിച്ച് എന്താണ് ഒരു ചെലവ് വരുന്നില്ല. നമുക്ക് തന്നെ നമ്മുടെ മൊബൈലിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ കുറച്ചുകൂടെ നിങ്ങൾക്ക് സെയിൽ നടന്നു വരുമ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാം. പിന്നെ ഇതുപോലെ ഗ്രൂപ്പുകൾ, ലേഡീസ് ഒക്കെ ഒരുപാടുള്ള, അതായത് സ്കൂള്, കോളേജ്, ഇങ്ങനെയുള്ളവർക്കൊക്കെ അടുത്തോട്ട് നമുക്ക് വേണമെങ്കിൽ ബൾക്കായിട്ട് എടുത്തിട്ട് ഇവർക്ക് ചെറിയ ഒരു കമ്മീഷനിൽ നമുക്ക് ഇവർക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റും. അങ്ങനെ എന്തെങ്കിലും സംശയം എപ്പോ വിളിച്ചു ചോദിച്ചാലും ഞങ്ങളുടെ കസ്റ്റമറിനെ എപ്പോഴും ഞങ്ങളുടെ അടുത്ത് തന്നെ നിർത്തും. കാര്യം നമ്മളിന്ന് എടുത്തോണ്ട് പോയാൽ മാത്രം പോരാ, അവർക്ക് ഇത് സെയിൽ ആവണം. സെയിൽ ആയാൽ മാത്രമേ ആ കസ്റ്റമർ എൻ്റെ അടുത്തോട്ട് വീണ്ടും വരത്തുള്ളൂ. അപ്പൊ മാത്രമാണ് ശരിക്കും എനിക്ക് സെയിൽ നടക്കുന്നത്. അപ്പം ആ കസ്റ്റമറിന് പുതിയ 2-3 പ്രാവശ്യം ഇവര് നല്ല മിടുക്കരാവും, പക്ഷെ ആദ്യം വരുന്നവര് ഇങ്ങനെ ഭയങ്കര ടെൻഷൻ അടിച്ചായിരിക്കും വരുന്നത്. അപ്പൊ നമ്മള് ആ ഒരു കോൺഫിഡൻസ് കൊടുത്ത്, ചിലവർക്ക് റീറ്റെയിൽ പ്രൈസ് ഇടാൻ പോലും അറിയത്തില്ല, ഞങ്ങൾ അതുവരെ ഇട്ട് കൊടുത്തിട്ട് അവർ ഭയങ്കര ഹാപ്പി ആയിട്ട് 2-3 ദിവസത്തിനകത്ത് വരും. അവർ ആദ്യം മിനിമം 15 പീസ് എന്നൊക്കെ പറഞ്ഞാൽ പോണ വഴിക്ക് തീരാനേ ഉള്ളൂ, മനസ്സിലായി? അത്രയും സ്പീഡ് റിലീസ് ആണ്. കാര്യം എല്ലാവർക്കും വേണ്ട ഒരു സാധനമാണ് നൈറ്റി എന്ന് പറയുന്നത്, വീട്ടിലിടുന്ന സാധനമാണ്. പിന്നെ അതുപോലെ നമ്മൾ വീട്ടിൽ അടുക്കളയിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, എത്ര സൂക്ഷിച്ചാലും ഇതിനകത്ത് മഞ്ഞള്, എണ്ണ, ഇങ്ങനെയുള്ള സാധനങ്ങൾ പറ്റും. അപ്പൊ അതുകൊണ്ട് ഇത് പെട്ടെന്ന് ചീത്തയായി പോകും. അപ്പൊ വിശേഷിച്ച് നമ്മുടെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ടെൻഷനാവും. പിന്നെ ഇതിന്റെ സെയിൽ എന്ന് പറഞ്ഞാൽ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്, നൈറ്റ് മേടിക്കാനായിട്ട് ആരും ഒരുപാട് ദൂരെ യാത്ര ചെയ്ത് പോയി മേടിക്കൂല. ഏറ്റവും നല്ല സാധനം എവിടുന്ന് കിട്ടുന്ന തൊട്ടടുത്തുനിന്ന് കിട്ടുന്നവരുടെ അടുത്താണ് നൈറ്റ് മേടിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ മാർക്കറ്റ് അതിനൊരു പ്രത്യേകതയുണ്ട്. അങ്ങനെ എന്തുകൊണ്ട് മറ്റേത് പ്രോഡക്റ്റ് സെയിൽ ചെയ്യുന്നതിനെക്കാട്ടിയും സെയിൽ ചെയ്യാൻ എളുപ്പമുള്ളത് മൊത്തം നൈറ്റി ആണെന്ന് ഞാൻ പറയും. കാര്യം ഒരുപാട് പേര് നമ്മുടെ അടുത്ത് നിന്ന് ചെറിയ രീതിയിൽ എടുത്ത് ഇപ്പൊ ഷോപ്പൊക്കെ തുടങ്ങി വീട്ടിൽ വെച്ച് കച്ചവടം ചെയ്ത് ഷോപ്പ് ചെയ്യുന്നവരുണ്ട്. അവര് നമ്മളെ എടുത്തിട്ട് അവര് സബ് വർക്ക് കൊടുക്കുന്നവരുണ്ട്. കണ്ടോ, ഇതെല്ലാം ഞാൻ കാണിക്കുന്ന നൈറ്റ് മൊത്തം 3/4 ആണ്. ഇത് പെരുന്നാൾ ആയതുകൊണ്ട് നമ്മൾ പെരുന്നാളിന്റെ സ്റ്റോക്കാണ് ചെയ്തേക്കുന്നത്. ഇത് കണ്ടോ, ഇത് നമ്മൾ നേരത്തെ സിംഗിൾ ബട്ടിക്ക് കണ്ടായിരുന്നു. ഇത് കണ്ടോ, ഇതെന്ന് പറഞ്ഞാൽ മൾട്ടി ബട്ടിക്കാണ്. ഞങ്ങളുടെ ഏറ്റവും ഹയസ്റ്റ് റേറ്റ് ഉള്ള നൈറ്റി ഇതാണ്. അതായത് ഇത് ക്യാൻഡിൽ ഡിസൈൻ എന്നാ പറയുന്നത്. അതായത് മെഴുകുതിരി ഉരുക്കിയാണ് ഈ ഒരു ഡിസൈൻ ചെയ്യുന്നത് അവര്. അതിൽ തന്നെ ഇത്രയും കളർ കൊണ്ടുവരുന്നത് കൊണ്ട് തന്നെ നല്ല കാണാൻ തന്നെ ഒരു റിച്ച് ലുക്കുള്ള നൈറ്റിയാണ്. ഞങ്ങളുടെ ഏറ്റവും ഹയസ്റ്റ് റേറ്റ് നൈറ്റിയാണ്. റീറ്റെയിലിൽ ഏറ്റവും നല്ല രീതിയിൽ, അതായത് നല്ല മാളുകളിലെ കടകളിലൊക്കെ മാത്രമേ ഈ നൈറ്റി കാണത്തുള്ളൂ.
നമ്മുടെ വില്ലേജ് ഏരിയയിൽ കാണാനായിട്ട് ബുദ്ധിമുട്ടാണ്. കാര്യം ഇത്രയും റേറ്റുള്ള സാധനം അവിടെ പോവത്തില്ല. പിന്നെ പെരുന്നാൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഷോൾ നൈറ്റിയുടെ നല്ല കളക്ഷൻ ഉണ്ട്. കണ്ടോ, വിത്ത് ഷോൾ നൈറ്റിയാണ്. നല്ല ഭംഗിയാണ്. കാരണം നല്ല കോട്ടൺ നൈറ്റികളാണ്. നല്ല മൽമൽ കോട്ടൺ ആണ്. അതായത് നമ്മൾ തലയിലിട്ടാൽ നമ്മുടെ തലയിൽ നിന്ന് ഇങ്ങനെ ഒഴുകി വരത്തില്ല. ഇത് ഇങ്ങനെ നല്ലതായിട്ട് നമുക്ക് നല്ല ഭംഗിയായിരിക്കും ഒരു നൈറ്റി. ഇപ്പൊ ഇത് അല്ലാതെ നമ്മൾ ചൂട് സമയത്ത് വേണമെങ്കിലും തലയിലിട്ടുണ്ടാവും. പിന്നെന്ന് പറഞ്ഞാൽ നമ്മള് നൈറ്റി ഇപ്പൊ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ തൊട്ടടുത്തൊക്കെ ഒന്ന് സാധനം മേടിക്കാൻ പോകണമെങ്കിലും ഇപ്പൊ ഒരുവിധമുള്ളവർ പുറത്തോട്ടും ഒക്കെ ഈ നൈറ്റി ഇടുന്നുണ്ട്. അപ്പൊ വേണമെങ്കിൽ ഇത് ഷോളായിട്ട് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ സ്കാർഫായിട്ട് ഉപയോഗിക്കാം. അതുകൊണ്ട് ഷോൾ നൈറ്റി ഇപ്പൊ നല്ല രീതിയിൽ പോകുന്നുണ്ട്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഗുൽമോഹർ എന്ന് പറയുന്നതാണ്. ഇതൊക്കെ ഹാൻഡ് മെയ്ഡ് ആണ് കേട്ടോ. ഇത് ലൈറ്റ് ചാർട്ടിലാണ് വരുന്നത്. ഐസ്ക്രീം ചാർട്ട് എന്നാണ് അറിയപ്പെടുന്നത്. ഇതിന് ഏകദേശം 10 കളറോളം വരുന്നുണ്ട് നമുക്ക്. ഇത് കണ്ടോ, ഇതെല്ലാം അതിന്റെ ഇതിൽ വരുന്നതാണ്. പിന്നെ വേറൊരു ഐറ്റം എന്ന് പറയുന്നത് സ്റ്റോൺ വാഷ് ആണ്. ഇതിന്റെ എല്ലാം ഫസ്റ്റ് ക്വാളിറ്റി ആണ് നമ്മുടെ അടുത്തുള്ളത്. ഈ സാധനം എടുക്കുമ്പോൾ തന്നെ എന്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഇതിന്റെ അകവശം എന്ന് പറയുന്നത് കണ്ടോ, ഇങ്ങനെയാണ് അതിന്റെ അകം വരുന്നത്. നല്ല നല്ല കോട്ടൺ. ഇത് വേണമെങ്കിൽ നമുക്ക് ഇതിന്റെ മെറ്റീരിയൽസ് ഒക്കെ എടുത്ത് ടോപ്പൊക്കെ അടിക്കാനും പറ്റും. നമുക്ക് നൈറ്റി മാത്രം ഉള്ളതുകൊണ്ടാണ് നമ്മൾ നൈറ്റി ചെയ്യുന്നത്. പിന്നെ അതുപോലെ വരുന്ന വേറൊരു ഐറ്റമാണ് ഷിബോരി എന്ന് പറയും. കോട്ടണിലെ എല്ലാ വെറൈറ്റീസും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഇത് ഷിബോരിയാണ്. എപ്പോഴാണെങ്കിലും നിറയെ സ്റ്റോക്കും കാണും നമ്മുടെ അടുത്ത്. കണ്ടോ, പിന്നെ നമ്മൾ ചെയ്യുന്നതെല്ലാം ഫ്രീ സൈസ് നൈറ്റികളാണ്. പക്ഷെ കഴുത്ത് നമ്മളൊരു സ്പെഷ്യൽ മെഷർമെന്റിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പം 40 ചെസ്റ്റ് ഉള്ള ഒരാൾക്ക് പോലും ഈ നൈറ്റി സുഖമായിട്ട് ഈ ഒരു സൈഡ് മാത്രം ഒന്ന് ഓൾട്ടർ ചെയ്തിടാൻ പറ്റും. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ മിക്സ് ആൻഡ് മാച്ച് നൈറ്റികളുണ്ട്. ഇത് മീഡിയത്തിലും പ്രീമിയത്തിലും വരും മിക്സ് ആൻഡ് മാച്ച് നൈറ്റി എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇനി നമുക്ക് മിക്സ് ആൻഡ് മാച്ചിന്റെ വേറൊരു മോഡൽ കാണിച്ചു. ഇതിന് ഒരുപാട് മോഡൽസ് ഉണ്ട്. പല പല രീതിയിൽ നമ്മൾ കട്ട് ചെയ്തടിക്കും. ഇനി നമുക്ക് കുറച്ച് വെറൈറ്റി നൈറ്റികൾ കാണാം. ഇത് മിക്സ് ആൻഡ് മാച്ചിന്റെ വേറൊരു നൈറ്റിയാണ്. ഇത് വേറൊരു മോഡൽ കട്ട് ചെയ്തേക്കാണ്. ഇതൊക്കെ നമ്മൾ മീഡിയത്തിലും കൂടി ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഞാൻ കാണിക്കുന്ന മൊത്തം പ്രീമിയം നൈറ്റികളാണ്. നല്ല കളർഫുൾ ആയിട്ടുള്ളത്. കൂടുതലും പിന്നെ ഈ അഴുക്ക് പറ്റിയ അറിയാത്ത നൈറ്റിക്കാണ് ഡിമാൻഡ് തോനെയുള്ളത്. ഇത് മിക്സ് ആൻഡ് മാച്ചിന്റെ വേറൊരു മോഡലാണ്. അങ്ങനെ ഇതിൽ മിക്സ് ആൻഡ് മാച്ചിൽ ഇഷ്ടം പോലെ മോഡൽ ഞങ്ങളുണ്ട്. ചില ഏരിയയിൽ ഈ മിക്സ് ആൻഡ് മാച്ച് നൈറ്റികളാണ് പോകുന്നത്. ചിലവർക്ക് പക്ഷെ ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ കളക്ഷനും കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ കേരളത്തിന്റെ ഇങ്ങേ അറ്റം മുതൽ അങ്ങേ അറ്റം വരെയുള്ള ജില്ലകളിലും കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തും എല്ലാം നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. ഇത് കണ്ട, ഇതെന്ന് പറഞ്ഞാൽ ഈ മെറ്റീരിയലിൽ തന്നെ ഒരു ഡിസൈൻ ഉണ്ട്. സിമ്പിൾ നൈറ്റികളാണ്. ഇതൊക്കെ വളരെ ഇവിടെ നല്ല റീസണബിൾ ആയിട്ടുള്ള റേറ്റിനാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. നമ്മളെപ്പോഴും പുതിയതായിട്ട് കസ്റ്റമറിനെ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഇവിടെ വരാവുന്നത്. നൈറ്റി മാത്രം ചെയ്യുന്ന ഒരുപാട് പേര് ഇപ്പം വരുന്നതിന്റെ കാര്യം നമുക്ക് ഒന്ന് റിസ്ക് കുറവാണ്. രണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പൊ നൈറ്റി എന്ന് പറഞ്ഞാൽ ഈ ഒരു മോഡൽ ഇനിയിപ്പോ ഒരു 10-15 വർഷം കഴിഞ്ഞാൽ ഈ ഒരു മോഡൽ നൈറ്റി നിന്ന് മാറാൻ പോണില്ല. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ അധികം സ്റ്റോക്ക് വെച്ചെന്ന് വിചാരിച്ചിട്ടോ ടെൻഷൻ. ഓരോ ദിവസവും നൈറ്റി മെറ്റീരിയൽസിന്റെ റേറ്റ് കൂടിക്കൊണ്ടിരിക്കുക. ജനുവരി മുതൽ കൂടാൻ തുടങ്ങിയതാണ്. ജനുവരി മുതൽ ഇപ്പൊ ഫെബ്രുവരി, ഇന്ന് 5 നമ്മൾ വീഡിയോ എടുക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇന്ന് ഫെബ്രുവരി 4 ഇൻക്രീസ് ആയി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് മെസ്സേജ് വന്നിട്ടുണ്ട്. കെമിക്കലിന് വില കൂടി, കോട്ടന് വില കൂടി എന്നൊക്കെയാണ് അവർ പറയുന്നത്. അതുകൊണ്ട് ഒരു പ്രോഡക്റ്റിനും റേറ്റ് കുറയത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പൈസ ഉള്ളവരൊക്കെ ഇപ്പൊ എടുത്ത് വെക്കുന്നത് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. അതായത് പെരുന്നാളിനോട് അടുപ്പിച്ച് നൈറ്റിക്കൊക്കെ എനിക്ക് തോന്നുന്നു റേറ്റ് കൂടാൻ ചാൻസ് ഉണ്ടെന്ന്. കാര്യം റോ മെറ്റീരിയൽസിന് റേറ്റ് കൂടുമ്പോൾ നമുക്ക് എന്തായാലും റേറ്റ് കൂട്ടി കൊടുത്തേ പറ്റത്തുള്ളൂ. ഇതൊക്കെ കണ്ട, ഇതെല്ലാം നല്ല സൂപ്പർ മെറ്റീരിയലാണ് കേട്ടോ. നല്ല സുഖമായി ഇടാനൊക്കെ.
നമുക്ക് വെറൈറ്റീസ് നൈറ്റികൾ കാണാം. കാര്യം നമ്മൾ ഒന്ന് നൈറ്റി മാത്രമാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ മാക്സിമം വെറൈറ്റി ഞങ്ങൾ കൊണ്ടുവരും. ഒരു പ്രോഡക്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ എല്ലാ വെറൈറ്റിയും കൊണ്ടുവരും. ഇത് ലോങ് നെക്ക് വരുന്നതാണ്. ഇതിന്റെ തന്നെ വി നെക്ക് എന്ന് പറയുന്ന ഒരു മോഡലുണ്ട്. ഈ ഒരു മോഡലുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് ബോക്സ് എന്നാ പറയുന്നത്, ബോക്സ് നൈറ്റികൾ. ഇതെല്ലാം നമ്മൾ പ്രീമിയം മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ കേട്ടോ. കാര്യം എല്ലാവർക്കും വെറൈറ്റി ആണ് കാണാൻ അവർ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള നൈറ്റീസ് ആണ് കാണിക്കുന്നത്. ഈ ബോക്സ് തന്നെ നമ്മൾ ചുങ്കിടിയിൽ ചെയ്യുന്നുണ്ട്, ബാട്ടിക്കിൽ ചെയ്യുന്നുണ്ട്, പ്ലെയിൻ മെറ്റീരിയലിൽ ചെയ്യുന്നുണ്ട്. ഒരു മോഡൽ തന്നെ നമ്മൾ എല്ലാ ഐറ്റത്തിലും ചെയ്യും. പലർക്കും വേണ്ട. ഇത് ചുങ്കിടി തന്നെ ചെറിയ നെക്കാണ് വെച്ചേക്കുന്നത്. ഇത് വലിയ നെക്കാണ്. ഇനി ഇതിന്റെ നോർമൽ നൈറ്റികളുണ്ട്, നോർമൽ ചുങ്കിടി നൈറ്റികളുണ്ട്. കണ്ടോ, ഇത് നോർമലാണ്. ഇത് നോർമല്, ഇത് ചെറിയ നെക്ക് വരുന്നത്, ഇത് ബോക്സ് നെക്ക് വരുന്നത്. അങ്ങനെ ഓരോ മോഡൽ ഞങ്ങൾ ഓരോന്നിലും ചെയ്യുന്നുണ്ട്. പിന്നെ ഇതൊക്കെ കണ്ട കുറച്ച് വെറൈറ്റി ഐറ്റംസ്, ഒരുപാട് കളക്ഷൻ ഉണ്ട്. ഇത് ഒരു വീഡിയോയിൽ തീരാത്ത അത്രയും കളക്ഷൻസ് നമ്മുടെ അടുത്തുണ്ട്. പിന്നെ ഇത് കണ്ടത് ഇത് ലേസ് നൈറ്റികളാണ്. ലേസ് നൈറ്റി നല്ല ഡിമാൻഡാണ്. കാര്യം ഈ ഒരു ലേസ് വെക്കുന്ന നൈറ്റിക്ക് തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു ഷോപ്പിൽ പോയി ചോദിച്ചാൽ ഒന്ന് നോർമൽ ഷോപ്പുകളിൽ കാണുന്നത്, മാള് ബൊട്ടിക്കിലൊക്കെ മാത്രമേ ഇത് കാണത്തുള്ളൂ. ഇത് ലേസിന്റെ നൈറ്റിയാണ്. അതുപോലെ തന്നെ ഇപ്പൊ വരുന്നൊരു മോഡലാണ് ഹക്കോബ നൈറ്റികൾ. കണ്ട, ഹക്കോബ നൈറ്റി നല്ല ഡിമാൻഡാണ്, നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഹക്കോബ നൈറ്റികൾ. ഈ ഹക്കോബ നൈറ്റിയുടെ നല്ലൊരു കളക്ഷൻ തന്നെ നമ്മുടെ അടുത്തുണ്ട്. ഇതെല്ലാം ഇങ്ങനെ സെറ്റായിട്ട് എടുക്കണം. ഇതിന്റെ സെറ്റാണ് ഇങ്ങനെ വരുന്നത്. കണ്ടോ, ഇതെല്ലാം ലൈറ്റ് ഷെയ്ഡിൽ വന്നിട്ടുണ്ട്, ഇതിൽ ഡാർക്കിൽ വരുന്നതും ഉണ്ട്. ഇതിങ്ങനെ ഒരു സെറ്റായിട്ട് നിങ്ങൾ എടുക്കണമെന്നേ ഉള്ളൂ. പിന്നെ അതുപോലെ ഇത് പ്ലെയിനിൽ വരുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഞങ്ങള് ബിസിനസ് തുടങ്ങിയ സമയം മുതലുള്ള ഒരു മോഡലാണ്. ഇന്നും അന്നും ഒരേ ഡിമാൻഡാണ്. നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്. ഈ നെക്കുകളെല്ലാം ഞങ്ങൾ തന്നെ പറഞ്ഞ് ചെയ്യിക്കുന്നതാണ്. കേട്ടോ, ഇത് പ്ലെയിനിൽ ഇത് 3/4 ആണ്. ഇതിന്റെ നോർമൽ സ്ലീവും കാണും. ഇത് പ്ലെയിനിൽ തന്നെ ഹക്കോബ വർക്കാണ്. കണ്ടോ, ഇത് നമ്മൾ നോർമൽ സ്ലീവിൽ മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പം പെരുന്നാളായിട്ട് അവർ 3/4 വേണമെന്ന് കസ്റ്റമർ പറഞ്ഞത് കൊണ്ട് തന്നെ ഞങ്ങൾ ഇതിപ്പോ 3/4 ചെയ്തിട്ടുണ്ട്. നമ്മള് ഒരുപാട് വെറൈറ്റി നൈറ്റികൾ കണ്ടല്ലോ. വെറൈറ്റി ഇനി ഒരുപാടുണ്ട്, നമുക്ക് ഇനിയും കാണാം. അപ്പൊ ഇപ്പൊ കൂടുതൽ പേര് ഇടുന്നത് ഈ ഫ്രോക്ക് നൈറ്റീസ് ആണ്. അപ്പൊ അതിന്റെ കുറച്ച് മോഡൽ അതാണ്. ഇപ്പൊ ടീനേജേഴ്സിനെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അവർക്ക് ഫ്രോക്ക് നൈറ്റിയാണ് നമ്മൾ ചെയ്യുന്നത്. ഫ്രോക്ക് നൈറ്റിയിൽ ഒരുപാട് മോഡലുണ്ട്. ഫ്രോക്ക് നൈറ്റി ഇതുപോലെ മീഡിയം ക്വാളിറ്റിയിലും പ്രീമിയം ക്വാളിറ്റിയിലും നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ മീഡിയം ക്വാളിറ്റിയിൽ വരുന്ന ഒരു ഫ്രോക്ക് നൈറ്റിയാണ്. ഇതൊക്കെ നല്ല ഫ്രോക്ക് നൈറ്റ് നല്ല മാർജിനോട് കൂടി തന്നെ സെയിൽ ചെയ്യാൻ പറ്റും. കാര്യം ഇതെല്ലാം പുറത്ത് ഇവര് ടോപ്പായിട്ട് അങ്ങ് ഉപയോഗിക്കുക ചെയ്യുന്നത്. ഒരുപാട് ഇതുണ്ട് കേട്ടോ. ഇതപ്പോ പ്രീമിയം ക്വാളിറ്റിയാണ് ഇത്. പിന്നെ ഇതിൽ തന്നെ മിക്സ് ആൻഡ് മാച്ച് വരുന്നുണ്ട്. നമ്മൾ നൈറ്റിയിൽ കട്ട് ചെയ്ത പോലെ ഇതിനകത്ത് മിക്സ് ആൻഡ് മാച്ച് ഒരുപാട് മോഡൽ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ കട്ടിങ്ങിന്റെ പ്രിന്റുകൾ മാറി മാറി വരും. ഇപ്പൊ ഞാൻ വെറൈറ്റീസ് മാത്രം കാണിക്കാം, ഇല്ലെങ്കിൽ ഒരു വീഡിയോയിൽ നിൽക്കത്തില്ല. ഇത് കണ്ട, ഇത് പ്ലെയിനിൽ ചെയ്യുന്നതാണ്. ഇത് ഞങ്ങൾ ഒരുപാട് ചെയ്തതാ. ഒരുപാട് ചെയ്തെന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഭയങ്കര ഡിമാൻഡാണ് ഇതിന്. ഇതെല്ലാം പ്യുവർ കോട്ടൺ ആണ്, പ്യുവർ കോട്ടൺ. ഇതിൽ തന്നെ നമ്മളിപ്പം വലിയ ഫ്ലവർ വെച്ചും ചെയ്യുന്നുണ്ടായിരുന്നു. ഇതണ്ട, ഇത് വലിയ ഫ്ലവർ വെച്ച് ചെയ്തൊക്കെയാണ്. ഇതെല്ലാം അതിന്റെ കളേഴ്സാണ്. ഇവിടെ തന്നെയാണോ ഇതിന്റെ സ്റ്റിച്ചിങ്ങും എല്ലാം? ഇത് ഈ കാണുന്ന നൈറ്റുകൾ മൊത്തം ഞങ്ങളുടെ ഓൺ പ്രൊഡക്ഷൻ ആണ്. ജീജാസിന്റെ എല്ലാ നൈറ്റുകളും ഞങ്ങൾ തന്നെ ഞങ്ങളുടെ യൂണിറ്റുകളിൽ സ്റ്റിച്ച് ചെയ്യുന്നതാണ്. ഇത് കണ്ട, ഇപ്പൊ നമ്മൾ കുറച്ച് വെറൈറ്റി അടിച്ചിട്ടുണ്ട്. ഇത് കണ്ട, ഇതെന്ന് പറഞ്ഞാൽ സ്ലീവില് നമ്മൾ സ്ലീവ്ലെസ്സും അടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല രീതിക്ക് പോകുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ എല്ലാരും പുറത്തിടുക. ഇത് ശരിക്കും നൈറ്റിന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇതിന് നൈറ്റിന്ന് പറയാൻ പറ്റത്തില്ല. ഇതെല്ലാരും ഇപ്പത്തെ കുട്ടികളെന്ന് പറഞ്ഞാൽ ഇപ്പൊ ചൂട് സമയമാണ് കേട്ടോ. ഒരു കുർത്തി പോലെയാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ നൈറ്റിയുടെ മോഡലിൽ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് മാത്രമേ ഉള്ളൂ. ഇതെല്ലാം ടോപ്പിനാണ് പോണത്. എന്ന് പറഞ്ഞാൽ ഏറ്റവും പിന്നെ ഇപ്പോഴും നമ്മൾ ഒന്ന് ചൂട് തുടങ്ങി, നേരത്തെ നമുക്ക് ചൂട് തുടങ്ങിയിട്ടുണ്ട്. ഇനി അങ്ങോട്ടെന്ന് പറഞ്ഞാൽ ഇതൊക്കെ പിന്നെ ഇട്ടാൽ തന്നെ ഭയങ്കര ഒരു ആശ്വാസമായിരിക്കും നമുക്ക്. പിന്നെ ഇത് സ്ലീവ്ലെസ് അങ്ങ് ഇടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ചെറിയൊരു സ്ലീവ് വെച്ചിട്ട് നമ്മൾ അതിനെ ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട്. നല്ല ഡിമാൻഡിൽ പോണ ഐറ്റംസ് ആണ്.
പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ബാട്ടിക്കിനകത്ത് ചെയ്തേക്കുന്നത്. നമ്മളിത് ഷിബോരിയിലാണ് കണ്ടത്, ഇത് ബാട്ടിക്കിനകത്താണ് ചെയ്തേക്കുന്നത്. എല്ലാ വെറൈറ്റി ഉണ്ട്. എല്ലാ ഫ്രോക്ക് നൈറ്റിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പോണത് ഐറ്റം ഫ്രോക്ക് നൈറ്റി ആണ്. ഇതിൽ തന്നെ കളേഴ്സ് ഒക്കെ കണ്ടാൽ നമ്മൾ തന്നെ ഞെട്ടിപ്പോകും. കേട്ടോ, സൂപ്പർ സാധനം. വേണ്ട, സിമ്പിൾ ആണ്, എന്നാൽ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇതാണ്. ഇത് വെറുതെ അടിയിലൊരു ടൈറ്റ്സ് ഇട്ടിട്ട് സുഖമായിട്ട് നമുക്ക് ഇട്ടുകൊണ്ട് പോകാൻ പറ്റും. പിന്നെ ഇതാണ്, ഇത് ഒരു ഗുൽമോഹർ എന്ന് പറഞ്ഞത്. ഇത് സത്യം പറഞ്ഞാൽ ഇത് ഒറ്റ പീസേ ഉള്ളൂ. ഇപ്പൊ ഞങ്ങൾക്ക് വീഡിയോക്ക് വേണ്ടി നമ്മൾ ചെയ്തതാണെങ്കിലും ഇവിടെ വന്ന കസ്റ്റമർ കണ്ട് അപ്പോഴേ എടുത്തോണ്ട് പോവുക ചെയ്തത്. അപ്പം ചേച്ചി ഇതിന്റെ ഇപ്പം ഇത് തീർന്നെന്ന് പറഞ്ഞല്ലോ, ഇപ്പം പെട്ടെന്ന് അങ്ങ് തീർന്നു പോയെന്ന് പറഞ്ഞല്ലേ, പെട്ടെന്ന് ഒരു കസ്റ്റമർ വന്ന് ഇതാണ് ചോദിക്കുന്നത്, ഈ ഒരു മോഡലാണ് ചോദിക്കുന്നതെങ്കിൽ കിട്ടുമോ? തീർച്ചയായിട്ടും കിട്ടും. ഇപ്പം അതായത് ഇപ്പം ഇതിന്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ ഇതിപ്പം ലാസ്റ്റ് പീസാണ്. ഇപ്പൊ ഇത് കണ്ടു, അല്ലെങ്കിൽ ഞങ്ങൾ ഫോട്ടോ ഇത് തീർന്ന മോഡലാന്ന് പറഞ്ഞ് ഞങ്ങൾ ഫോട്ടോ കാണിച്ചു കൊടുത്താൽ ഏകദേശം ഒരു 30 പീസിന്റെ ഓർഡറൊക്കെ ആണെങ്കിൽ 2 ദിവസത്തിനകത്ത് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. കാര്യം ഞങ്ങളുടെ ഓൺ പ്രൊഡക്ഷൻ ആണ് ഇത്. ഒരിടത്തു നിന്ന് നമ്മൾ കൊണ്ടുവന്ന് സെയിൽ ചെയ്യുന്നില്ല, ഞങ്ങളുടെ ഓൺ പ്രൊഡക്ഷൻ ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് തന്നെ ഇപ്പൊ ഞാൻ ഈ അടിച്ചിരിക്കുന്നത് ഈ ഒരു മോഡലാണ്. ഇതിൽ എന്തെങ്കിലും ഒരു ചേഞ്ചസ് അവർ പറഞ്ഞാൽ ആ ചേഞ്ചിൽ ഞങ്ങൾ ചെയ്തു കൊടുക്കും. കസ്റ്റമർ പറയുന്ന അതേ ചെയ്തു കൊടുക്കും. ഇപ്പൊ ഫ്രോക്ക് നൈറ്റിൽ അവരുടെ മനസ്സിലൊരു ഐഡിയ കാണും. അതുപോലെ തന്നെ ഒരു പീറ്റർ പാനിൽ നമ്മൾ ഇതുപോലെ ചെയ്തിട്ടുണ്ടോ, ഇത് വേറൊരു മോഡലാണ്. ഇതുപോലെ എന്ത് മോഡലിലാണോ ഇപ്പൊ ആ മെറ്റീരിയൽ, ഞാനിപ്പോ കാണിച്ച മെറ്റീരിയൽ ഈ മോഡൽ വേണമെങ്കിലും ചെയ്തു തരും. പെട്ടെന്ന് ഇപ്പം ഒരു കടയിൽ നിന്നോ അല്ലെങ്കിൽ വേറെ അല്ലാതെ വീട്ടിൽ നിന്നോ ആൾക്കാരോ പെട്ടെന്ന് ഒരു ബൾക്ക് ഓർഡർ തന്ന ഇഷ്ടമുള്ള കണക്ക് അടിച്ചു എടുക്കാൻ പറ്റും. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു 2000 പീസ് ഓർഡർ വരുന്നതോ 1000 പീസിന്റെ ഓർഡർ ഒക്കെ ആണെങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിൽ അതിനെക്കോണം സ്റ്റോക്ക് നമ്മുടെ അടുത്തുണ്ട്. അതുപോലെ തന്നെ ഇതിപ്പം ഞങ്ങൾ ചെയ്യുന്ന മൊത്തം ജീജാസിന്റെ നൈറ്റുകളാണ്. ജീജാസിന്റെ ഈ ഇരിക്കുന്ന മൊത്തം ജീജാസിന്റെ ബ്രാൻഡിലെ നൈറ്റുകളാണ്. അതുപോലെ 300 പീസിന്റെ ഓർഡർ കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ അവരുടെ ബ്രാൻഡിലും ചെയ്തു കൊടുക്കും. അവർ പറയുന്ന മോഡൽ അവർ പറയുന്നതിൽ ചെയ്തു. ഇത് അജിരക്ക് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴാണ് ഞാൻ മറന്നത്. അതാണ് ഒരുപാട് ഐറ്റംസ് ഇരിക്കുന്നത് അജിരക്കിന്റെ നൈറ്റുകളാണ്. ഇതെല്ലാം അജിരക്കിനാണ്. ഒരുപാട് മോഡലുകളുണ്ട്. ഞങ്ങൾ ഇത് പറഞ്ഞ് ഇടയ്ക്ക് നമ്മുടെ ഇത് മാറിപ്പോന്നോണ്ട് വേണ്ട. ഇത് അജിരക്കിന്റെ ഫ്രോക്കാണ്. ഇത് കണ്ട. പിന്നെ ഈ കാണുന്നതെല്ലാം അജിരക്കാണ് കേട്ടോ. ഇത് എല്ലാം ഉണ്ട്. നമ്മൾക്ക് ഇങ്ങനെ ഇത് എങ്ങനെ ഇതുണ്ട്, അജിരക്കുണ്ട്, ബാട്ടിക്കുണ്ട്, ഷിബോരി ഉണ്ട്, ടൈഡൈ ഉണ്ട്, സ്റ്റോൺ വാഷ് ഉണ്ട്, ഗോല ബാട്ടിക്കുണ്ട്, സിംഗിൾ ബാട്ടിക്കുണ്ട്, മൾട്ടി ബാട്ടിക്കുണ്ട്, പിന്നെ ടൈഡൈ ഉണ്ട്, ഷിബോരി ഉണ്ട്, ഗുൽമോഹർ ഉണ്ട്. വിട്ടുപോകും എന്തൊക്കെ കാണിക്കണമെന്ന് അറിയാൻ വയ്യാത്തതുകൊണ്ട്. ഒന്ന് പെരുന്നാളിന്റെ തിരക്ക് നമുക്ക് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഒരു എനിക്ക് തന്നെ ഒരു കണ്ടിന്യൂഷൻ ഇല്ലാന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അത് കസ്റ്റമേഴ്സ് ഇങ്ങനെ വരുന്നു, ഓർഡറുകൾ വരുന്നു, അതിന്റെ ഇടയിൽ നമ്മൾ വീഡിയോ കൂടെ ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് ഒരുപാടുണ്ട്. ഞാൻ തന്നെ ഇതൊക്കെ ആദ്യം കാണിക്കണമെന്ന് വിചാരിച്ചതാണ്, സത്യത്തിൽ മറന്നു പോവുക. ഇതാണ്ട് അതുപോലെ അങ്ങനെ ഇത് കണ്ട, ഇതൊക്കെ സൂപ്പർ ഐറ്റംസ് ആണ്. ഞാൻ മറന്നുപോയി കാണിക്കേണ്ട. നിങ്ങൾ ഞങ്ങളുടെ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് അപ്പോഴുള്ള മോഡലുകൾ ഞങ്ങൾ അതിനെല്ലാം ഫോട്ടോസ് എടുത്ത് ഞങ്ങൾ ഇതിനകത്ത് ഇത് എന്താണ്, ഇതിന്റെ ക്വാളിറ്റി ഏതാണ്, ഇതിന്റെ റേറ്റ് ഏതാണ്, ഇതൊക്കെ ഇത് നമ്മൾ കഫ്താനാണ്. നല്ല രസമായിരിക്കും ഇതൊക്കെ ഇട്ടാ. അതുപോലെ നല്ല മാർജിനിൽ നമുക്ക് സെയിൽ ചെയ്യാനും പറ്റും. നമ്മളിവിടെ വന്നപ്പോ തന്നെ ഇപ്പൊ ഇത്രയും കണ്ടതിലും നമ്മളായിട്ട് നേരിട്ട് കണ്ടതിലും ഒരുപാട് വെറൈറ്റിയും ക്വാളിറ്റിയും എല്ലാം നമുക്ക് തന്നെ നേരിട്ട് കണ്ട് അത് തിരിച്ചറിയാൻ പറ്റി. അപ്പം ഇതേപോലെ കാണാൻ താല്പര്യമുള്ളവർ ഇവിടെ വന്ന് കാണുക. അതിന് എനിക്ക് നന്ദി പറയേണ്ടത് എന്റെ കസ്റ്റമേഴ്സിന്റെ അടുത്താണ്. കാര്യം അവര് തരുന്ന സപ്പോർട്ടാണ് നമ്മളെ കൊണ്ട് വീണ്ടും വീണ്ടും ചെയ്യിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്ഥിരം മേടിക്കുന്നവർ പറയും ചേച്ചി വേറെ ചെയ്യുന്ന ഇങ്ങനെ എപ്പോഴും നമ്മളിങ്ങനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ വ്യത്യസ്തമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കും. അതിന് എന്റെ അടുത്ത് ഞാൻ എന്താണ് ഇങ്ങനെ ചെയ്യാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് എന്റെ കസ്റ്റമേഴ്സിന്റെ അടുത്ത് എനിക്ക് ഭയങ്കര ഒരു താങ്ക്സ് ഞാൻ ഈ വീഡിയോയിൽ പറയാണ്. കാര്യം അവര് തരുന്ന സപ്പോർട്ടാണ്. കാര്യം നമുക്ക് ഒരുപാട് സ്ഥിരം കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പൊ അവര് പറയും ചേച്ചി, പിന്നെ നേരത്തെ അവര് തന്നെ എന്നെ ഓർമ്മിപ്പിക്കുന്നത് ചേച്ചി പെരുന്നാൾ വരുന്ന സൂപ്പർ ഐറ്റംസ് ഒക്കെ ചേച്ചി സ്റ്റിച്ച് ചെയ്ത് വെക്കണേന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ ശരിക്കും ഞങ്ങൾ ആ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങിലും ബിസി ആയിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടായിരിക്കും എന്റെ പഴയ വീഡിയോ കേട്ട് എനിക്ക് തന്നെ എന്റെ സൗണ്ടിൽ ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. കാര്യം താഴെ കസ്റ്റമർ ഉണ്ട്, പിന്നെ കട്ടിങ്ങിലോട്ട് പോകേണ്ട ഒരു ടെൻഷൻ മനസ്സിൽ കിടപ്പുണ്ട്. ഇതില് പിന്നെ വെറൈറ്റികളെല്ലാം കാണിച്ചതാ പറഞ്ഞപ്പോ തന്നെ ഇത് കണ്ട ഗുജറി കോട്ടൺ ആണ്. വെറൈറ്റികളിൽ നമ്മൾ ഞങ്ങൾ ഒറ്റ ഐറ്റം ഫോക്കസ് ചെയ്യുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മാക്സിമം നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കാൻ നോക്കും. ഇപ്പൊ ഞാൻ ജസ്റ്റ് അങ്ങോട്ട് കണ്ടപ്പോഴാണ് ഞാൻ ഇതിനെ കണ്ടത്. അതുപോലെ ഒരുപാട് വെറൈറ്റികള്, അതുപോലെ തന്നെ വളരെ റീസണബിൾ ആയിട്ടുള്ള റേറ്റിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. നിങ്ങൾക്ക് നല്ല മാർജിൻ ഇട്ട് നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റും.
പിന്നെ ഓൺലൈനായിട്ട് അയച്ചു കൊടുക്കുവോ? ഇന്ത്യക്ക് അകത്തും ഇന്ത്യക്ക് പുറത്തും നമുക്ക് സർവീസ് ഉണ്ട്. പിന്നെ പോസ്റ്റ് ഓഫീസ് വഴി അയക്കുന്നുണ്ട്, DTDC വഴി അയക്കുന്നുണ്ട്, APS വഴി അയക്കുന്നുണ്ട്, പിന്നെ ഷിപ്പ് വഴി അയക്കുന്നുണ്ട്. പിന്നെ അപ്പൊ ഇങ്ങോട്ടൊന്ന് നേരിട്ട് വന്ന് കാണണമെന്ന് ആൾക്കാർക്കൊന്നും ഈ ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ കൊല്ലം ജില്ലയിലെ കല്ലുവാതുക്കലാണ് നമ്മുടെ പ്രോപ്പർ പ്ലേസ് എന്ന് പറയുന്നത്. NH ൽ നിന്ന് വെറും 40 മീറ്റർ ആണ് നമ്മുടെ ഷോപ്പിലോട്ട് വരാനുള്ള ദൂരം. അതായത് വളരെ കുറച്ച് ഇപ്പൊ ഒരു കണ്ണൂരൊക്കെ ഉള്ളവരാണെങ്കിൽ പോലും ഒന്ന് നേരത്തെ അവിടെ നിന്ന് ഇറങ്ങുവാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമയം ഒരുപാട്, ലേഡീസ് മാത്രമാണെങ്കിലാണ്, ചിലർക്ക് അങ്ങനെ ചോദിക്കുന്നത്, ചേച്ചി ഞങ്ങള് വരുമ്പോ ഒരുപാട് ദൂരെ നിന്നാണ് എന്ന് പറയുന്നവരുണ്ട്. അപ്പൊ ഞങ്ങളുടെ കൂടെ വരാൻ ആളില്ല എന്ന് പറയുന്നവർക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് വരാം. കാര്യം ഇവിടെ നല്ല ബസ് സർവീസ് ആണ്. എങ്ങോട്ട് പറഞ്ഞിട്ട് നമുക്ക് ബസ് ഉണ്ട്. പിന്നെ കൊല്ലത്താണ് ഇറങ്ങുന്നതെങ്കിൽ ട്രെയിനിൽ ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് ബസ് മാർഗം ഇങ്ങോട്ട് വരാൻ പറ്റും. നിങ്ങൾ ഇറങ്ങുന്നത് ഒന്ന് നേരത്തെ ഇറങ്ങണമെന്നേ ഉള്ളൂ. രാവിലെ ഇറങ്ങുകയെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് കണ്ട് ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് തിരിച്ചു പോകാനായിട്ട് പറ്റും. അതുപോലെ ലേഡീസ് മാത്രമാണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് വരാം. ഇവിടെ ഞങ്ങൾ ലേഡീസ് മാത്രമുള്ളൊരു ഷോപ്പാണ്. പിന്നെ അതുകൊണ്ട് നിങ്ങളിപ്പം ഞങ്ങൾ മാത്രമേ ഉള്ളൂ, ഞങ്ങളെ കൊണ്ടുവരാൻ ആളില്ല എന്നൊന്നും പറഞ്ഞ് ടെൻഷൻ ആവേണ്ട ഒരു കാര്യമില്ല. വരുന്ന ഇനി അങ്ങോട്ട് സീസണാണ്. അപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് തുടങ്ങി, പഴയ ആൾക്കാർക്ക് സ്റ്റോക്ക് എടുക്കാൻ സമയമായി. ഒന്ന് ഞാൻ പറഞ്ഞതുപോലെ മെറ്റീരിയൽസിന് റേറ്റ് കൂടുന്നത് കൊണ്ട്, റേറ്റിൽ നമുക്ക് വേരിയേഷൻ വരുന്നത് കൊണ്ട് തന്നെ മാക്സിമം നിങ്ങളുടെ കയ്യിൽ പൈസയൊക്കെ ഉള്ളവർ വേഗം തന്നെ ഇത് കളക്ട് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് പ്രോഫിറ്റിൽ, കുറച്ചും കൂടി പ്രോഫിറ്റിൽ നിങ്ങൾക്ക് ഇത് സെയിൽ ചെയ്യാൻ പറ്റും. പിന്നെ മെയിനായിട്ട് എനിക്ക് നന്ദി പറയാനുള്ളത് എൻ്റെ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് മാത്രമാണ്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ സ്റ്റിച്ചിങ് സ്റ്റാഫുകൾ, അവരും ഇതുപോലെ ഞാനൊരു പുതിയ ഐഡിയ മനസ്സിൽ വരുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് തയ്ച്ച് കാണിച്ചു കൊടുക്കുമ്പോൾ അവർ അതുപോലെ കോപ്പി ചെയ്ത് അതിൻ്റെ റിസൾട്ട് നമുക്ക് തരും. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പുതിയ പുതിയ ഐറ്റംസ് കൊണ്ടുവരുമ്പോഴത്തേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കാനേ പറ്റത്തില്ല. ഇതിന്റെ ഡിസൈനിങ്ങും കട്ടിങ്ങും എല്ലാം ചെയ്യുന്ന ഞാൻ തന്നെയാണ്. പിന്നെ പുതിയ മോഡൽ വരുമ്പോൾ ഒരെണ്ണം ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. പക്ഷെ അത് തന്നെ എനിക്ക് ഞാൻ ചിലപ്പോൾ എന്നെ ഇങ്ങോട്ട് ബെറ്റർ ആയിട്ട് അവർ ചെയ്ത് എനിക്ക് തരും. അതൊക്കെ ഒരു ദൈവാനുഗ്രഹം തന്നെയാണ്. നമ്മുടെ കൂടെ നിൽക്കുന്ന അവരുടെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. അവരും ഞാൻ മാത്രം വിചാരിച്ച ജീജാസ് എന്ന പ്രസ്ഥാനം ഉണ്ടാവുന്നില്ല. മനസ്സിലായ? ഞാൻ വിശ്വസിക്കുന്ന എങ്ങനെയാണ്, എൻ്റെ സ്റ്റാഫുകൾ, എൻ്റെ സ്റ്റിച്ചിങ് സ്റ്റാഫുകൾ, എൻ്റെ നോൺ സ്റ്റിച്ചിങ് സ്റ്റാഫുകൾ, എൻ്റെ കസ്റ്റമേഴ്സ്, ഇത് ഞങ്ങൾ എല്ലാവരും കൂടെ കൂടിച്ചേരുമ്പോഴാണ് ഈ പ്രസ്ഥാനം വളർന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാവരുടെ അടുത്തും നന്ദി മാത്രമേ പറയാനുള്ളൂ. അപ്പൊ ചേച്ചി, ഇതിപ്പം നമ്മളെ ഈ ലൊക്കേഷനിലല്ലോ, പല ലൊക്കേഷനിലുള്ള ആൾക്കാർ, ദൂരെയുള്ളവരും എല്ലാം ഈ വീഡിയോ കാണും. അപ്പം എങ്ങനെയാണ് ഇതിന്റെ ഒരു സെയിലിംഗ് എങ്ങനെയാണ് നടക്കുന്നത്? അത് ഞാൻ നല്ല വ്യക്തമായിട്ട് പറഞ്ഞു തരാം. കാര്യം എത്ര ദൂരെയുള്ളവർക്ക്, ഇപ്പൊ ഇന്ത്യക്ക് അകത്താണെങ്കിലും പുറത്താണെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് നമ്മുടെ പ്രോഡക്റ്റ് എടുത്ത് സെയിൽ ചെയ്യണമെങ്കിൽ നമ്മൾ അത് സർവീസ് കൊടുക്കുന്നുണ്ട്. അത് പിന്നെ ഇന്ത്യക്ക് അകത്താണെങ്കിൽ നമ്മൾ പിന്നെ പോസ്റ്റ് ഓഫീസ്, DTDC, APS, VRL, ഈ 4 ട്രാൻസ്പോർട്ടേഷനാണ് ഉപയോഗിക്കുന്നത്. അതിൽ പോസ്റ്റ് ഓഫീസും DTDCയും താരതമ്യേന എക്സ്പെൻസ് കൂടുതലാണ്. കുറഞ്ഞ ക്വാണ്ടിറ്റി എടുക്കുന്നവർക്ക് ഇതുവഴിയാണ് നമ്മൾ വിടുന്നത്. കുറച്ച് ബൾക്ക് ക്വാണ്ടിറ്റി എടുത്ത് ഷോപ്പുകാർക്ക് വിടുന്നതെന്ന് പറഞ്ഞാൽ ഒന്ന് APS ആയിരിക്കും, അത് ആലപ്പി പാഴ്സൽ സർവീസ് എന്നാണ് എൻ്റെ പേര്. അതുപോലെ ഒരെണ്ണമാണ് VRL. ഇത് രണ്ടും വഴിയാണ് വലിയ വലിയ പാഴ്സലുകൾ ഞങ്ങൾ വിടുന്നത്. പിന്നെ ഇന്ത്യക്ക് പുറത്താണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഷിപ്പ്യാർഡ് വഴിയാണ് വിടുന്നത്. കൊച്ചിൻ ഷിപ്പ്യാർഡിൽ വരെ ഞങ്ങൾ എത്തിക്കും. അവിടുന്ന് എവിടെയാണോ അവരുടെ പാർട്ടിയുടെ സ്ഥലം അതുവരെ ഷിപ്പിലാണ് പോണത്. പക്ഷേ നമ്മുടെ ജീജാസിന്ന് മെറ്റീരിയൽ എടുത്ത് ഇന്ത്യക്ക് പുറത്ത് ഏത് സ്ഥലത്താണോ കസ്റ്റമർ ഉള്ളത് ആ കസ്റ്റമറിന്റെ കയ്യിൽ അവരുടെ പ്രോഡക്റ്റ് എത്തുന്നത് വരെയുള്ള പൂർണ്ണ ഉത്തരവാദിത്വം ജീജാസ് എന്ന് പറഞ്ഞ കമ്പനി തന്നെയാണ് ഏറ്റെടുക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഷിപ്പ്യാർഡിൽ പോയി അത് കഴിഞ്ഞ് നിങ്ങൾ അവിടെ ചെക്ക് ചെയ്യുന്നുള്ള ഒരു സംസാരമേ ഞങ്ങൾ ചെയ്യത്തില്ല. പിന്നെ ഏത് വഴിയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നതുണ്ടെങ്കിലും അവർക്ക് അപ്പോഴേ അതിന്റെ പേപ്പർ ഇട്ട് കൊടുക്കും. ഇപ്പം പോസ്റ്റ് ഓഫീസ് വഴിയാണെങ്കിൽ നമുക്കൊരു സ്ലിപ്പ് തരും. ഏത് വഴിയാണെങ്കിലും ആ സ്ലിപ്പ് നമ്മൾ അപ്പോഴേ കസ്റ്റമറിന് പാസ് ചെയ്യും. അപ്പൊ അതിനകത്തൊരു കോഡ് നമ്പർ ആണ്. ഈ കോഡ് നമ്പർ അവർ ടൈപ്പ് ചെയ്ത് മൊബൈലിൽ നോക്കുകയാണെങ്കിൽ അവരുടെ സാധനം എവിടെയായി എന്ന് അവർക്ക് തന്നെ അറിയാൻ പറ്റും. അതുകൊണ്ട് പിന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട്, നിങ്ങൾ എവിടെ ഇരുന്ന് കാണുന്നവരാണെങ്കിലും എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഓർഡർ തരാം. പിന്നെ വരുന്നത് ചിലപ്പോൾ 1-2 ദിവസം ഡിലേ ആയി പോകും. ഇപ്പൊ തിരുവനന്തപുരം ശരിക്കും ഇന്ന് നമ്മൾ പാഴ്സൽ വിട്ട നാളെ കിട്ടേണ്ട സ്ഥലമാണ് തിരുവനന്തപുരം. ചിലപ്പം ഈ പോണ വണ്ടിക്ക് ഒരു ടയറിന്റെ പ്രശ്നം വരികയോ അല്ലെങ്കിൽ പെട്ടെന്നൊരു ഹർത്താൽ വരികയോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത്, പിന്നെ ചിലപ്പം വലിയ മഴയൊക്കെ ആണെങ്കിലും ഈ ക്ലോത്ത് ഒക്കെ ആണെങ്കിൽ അവർ പിടിക്കും. കാര്യം ഇത് നനഞ്ഞു പോകത്തില്ലേ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രകൃതിയിൽ നിന്ന് വരുന്ന ഒരു ഡിലേ കൊണ്ട് ഈ പാഴ്സൽ ഡിലേ ആവുമെങ്കിലേ ഉള്ളൂ. അല്ലാതെ ഇന്ന് വരുന്ന സാധനത്തിന്റെ പേയ്മെന്റ് ഞങ്ങൾ തൊട്ടടുത്ത ദിവസം ഡിസ്പാച്ച് ചെയ്യും. അപ്പൊ നമ്മളിത് ഓർഡർ ചെയ്ത് അങ്ങ് എത്തുമ്പോ നമ്മളെ കയ്യിൽ അത് എത്തിക്കഴിയുമ്പോ അതിനൊരു ഡാമേജോ വല്ലതും ഉണ്ടെങ്കിൽ അതെങ്ങനെ റിട്ടേൺ ചെയ്യുമോ? റിട്ടേൺ ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം
ഇത് മാക്സിമം നമ്മൾ തന്നെ ചെയ്യുന്നുണ്ട്. മാക്സിമം നമ്മൾ ഇതിന്റെ മിസ്റ്റേക്ക് നോക്കിയാണ് വിടുന്നത്. പിന്നെ നമ്മൾ മനുഷ്യരാണ്, മനുഷ്യരുടെ കണ്ണിൽ പെടാത്ത എന്തെങ്കിലുമൊക്കെ ഇതിലുണ്ടാവും. അപ്പോഴും നമ്മളിപ്പോ ഇതിപ്പോ ഈ ഒരു നൈറ്റി ഒരു കസ്റ്റമർ മേടിച്ചു. അപ്പൊ ഇതിനകത്ത് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക്, അതായത് ജസ്റ്റ് കീറലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പാഴ്സൽ കിട്ടി 2 ദിവസത്തിനകത്ത് നമ്മൾ വീഡിയോ കോളിൽ വന്ന് അവർ ആ മിസ്റ്റേക്ക് നമ്മളെ കാണിച്ചു തന്നാൽ തീർച്ചയായിട്ടും നമ്മളത് റിട്ടേൺ ചെയ്ത് കൊടുക്കും. പിന്നെ ഇതുപോലെ കീറലുകളാണ്, അത് ചെറിയ പാഴ്സലാണെങ്കിൽ 2 ദിവസത്തിനകത്ത് തന്നെ നമ്മൾ അറിയിക്കണം. കാര്യം പാർട്ടിക്ക് അറിയാൻ പറ്റുന്ന പോലെ ഞങ്ങൾക്കും ഈ പാഴ്സൽ എവിടെയായി, പാർട്ടിക്ക് കിട്ടിയോ, അവരത് കൈപ്പറ്റിയോ എന്ന് നമുക്കും അറിയാൻ പറ്റും. അപ്പൊ 2 ദിവസത്തിനകത്ത് നമ്മൾ വിളിച്ചിട്ട് ചേച്ചി ഇന്ന പ്രോഡക്റ്റിന് ഇന്ന മിസ്റ്റേക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നുകിൽ നെക്സ്റ്റ് പർച്ചേസിൽ അതിന് പകരം വേറെ മെറ്റീരിയൽ കൊടുക്കും. പിന്നെ സെയിൽ, ചിലവർ ചോദിക്കും ചേച്ചി സെയിൽ ആയില്ലെങ്കിൽ തിരിച്ചെടുക്കുമോ എന്ന് ചോദിക്കും. അങ്ങനെ ഒരു ഫെസിലിറ്റി നമുക്കില്ല. സെയിൽ ആയില്ലെന്ന് പറഞ്ഞ് നമ്മൾ റിട്ടേൺ എടുക്കൂല. ഡാമേജ് ഇതുപോലെ ഒരു 10% വരാനുള്ള, അല്ലെങ്കിൽ 10% താഴെ വരുന്ന മിസ്റ്റേക്ക് ആണത്. അത് നമ്മൾ അപ്പോഴേ റിട്ടേൺ ഇടാൻ പറയും അവരടുത്ത്. അതുപോലെ നമ്മള് തിങ്കൾ മുതൽ ഞായറാഴ്ച വരെ എല്ലാ ദിവസവും ഷോപ്പ് ഓപ്പൺ ആണ്. തിങ്കൾ മുതൽ ശനിയാഴ്ച വരെ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 7 മണി വരെയാണ് ഞങ്ങളുടെ സമയം. ഞായറാഴ്ച മാത്രം 9 മണി മുതൽ 5 മണി വരെയാണ്. ചേച്ചി ഇപ്പം ഇതിപ്പോ ഇവിടെ ഇരിക്കുന്ന എല്ലാം നമ്മളെ ജീജാസിന്റെ നൈറ്റീസ് ആണ്. അപ്പം വേറുള്ള ബ്രാൻഡുകൾക്ക് അവർക്കും ചെയ്തു കൊടുക്കുമെന്ന് പറഞ്ഞു. ചെയ്തു കൊടുക്കും. അതിനെ പറ്റി ഒന്ന് വിശദമായിട്ട് പറയാമോ? അത് പറയാം. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ സെയിൽ ചെയ്യുന്നത് ജീജാസിന്റെ നൈറ്റിയാണ്. ഇപ്പം 2-3 ഒത്തിരി കമ്പനികൾക്ക് വേണ്ടി ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അവരുടെ ബ്രാൻഡിൽ അവർ പറയുന്ന മോഡലിൽ ഞങ്ങൾ നൈറ്റീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ഞങ്ങൾക്ക് മിനിമം 300 പീസിന്റെ ഓർഡർ വേണം. 300 പീസിന്റെ ഓർഡർ വരുവാണെങ്കിൽ അവരുടെ കമ്പനിക്ക് വേണ്ടി ഇപ്പൊ ജീജാസിന് പകരം ഇപ്പം വേറെ ഏതെങ്കിലും ഒരു ലോഗോ വെച്ചിട്ട് നമ്മൾ ചെയ്യും. പക്ഷെ അതിന്റെ മിനിമം ഓർഡർ എന്ന് പറയുന്നത് 300 പീസ് ആയിരിക്കണം. 300 പീസിന് മുകളിലുള്ള ഓർഡർ മാത്രമേ ഞങ്ങൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും. 300 പീസിന്റെ ഓർഡർ തന്നാൽ ഞങ്ങൾ 10 ദിവസമാണ് പറയുന്നത്. 10 ദിവസത്തിനകത്ത് കസ്റ്റമറിന്റെ കയ്യിൽ കിട്ടുമെന്നാണ് പറയുന്നത്. പക്ഷെ 10 ദിവസത്തിനകത്തും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സീസൺ ആവുന്നതനുസരിച്ച് നീണ്ടു പോകും. ഓഫ് സീസൺ ആണ് വരുന്നതെങ്കിൽ 10 എന്നുള്ളത് 7ാമത്തെ ദിവസവും ഞങ്ങൾ വിടുന്നുണ്ട്. നമ്മളെ ഇപ്പൊ ഇവിടുന്ന് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത തീരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഓർഡർ തന്നു കഴിഞ്ഞാൽ അതായത് ഫസ്റ്റ് ഓർഡർ നമുക്ക് 300 എണ്ണം കിട്ടണം. ഇത് ലേബിൾ ചെയ്യുന്നതാണ്. ചിലവർക്ക് സംശയം തോന്നും ഞങ്ങളുടെ നൈറ്റി 15 എണ്ണം എടുത്താൽ മതി. ലേബിൾ ചെയ്യുന്നവരാണ് 300 പീസിന്റെ ഓർഡർ തരേണ്ടത്. അവർ നെക്സ്റ്റ് ഓർഡർ 100 പീസിന്റെ തന്നാലും ഞങ്ങൾ ചെയ്യും. കാര്യം എന്ന് പറഞ്ഞാൽ അവർ 300 പീസ് കൊണ്ടുപോയി അതിൽ അവർക്ക് 100 പീസ് സെയിൽ ആകുമ്പോൾ ഞങ്ങൾ നെക്സ്റ്റ് അടിച്ചു കൊടുക്കാൻ ഞങ്ങളും ബാധ്യസ്ഥരാണ്. അപ്പൊ അല്ലെങ്കിൽ തീർന്നിട്ടല്ലല്ലോ എടുക്കേണ്ടത്. അപ്പം 2ാമത്തെ ഓർഡർ അവർ 100 എണ്ണം തരണമെങ്കിൽ നമ്മൾ 100 എണ്ണത്തിന്റെ ഓർഡറുകൾ നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പൊ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ചെയിൻ പോലെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. പക്ഷെ സീസൺ ആയി വരുമ്പോൾ പെട്ടെന്ന് ഓർഡർ തരണമെങ്കിൽ ഞങ്ങൾ ചിലപ്പോൾ ബ്ലോക്ക് ചെയ്യും. കാര്യം എന്ന് പറഞ്ഞാൽ ഈ 10 എന്ന് പറയുന്നത് ചിലപ്പം 15 ആയാലും 20 ആയാലും ചിലപ്പോൾ അടിച്ച് കിട്ടാനൊരു താമസം വരും. ചില കസ്റ്റമേഴ്സിന് അത് ബുദ്ധിമുട്ടാവുന്ന നമ്മൾ പറയും ഇത്ര ഡിലേ ഉണ്ട് എന്ന് പറയാം. ഓക്കെ ആണെങ്കിൽ നമ്മൾ ചെയ്യും. ഇല്ലെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ ഓണമൊക്കെ ആവുമ്പോൾ ഭയങ്കരമായിട്ട് അങ്ങ് റഷ് ആവും. മൊത്തത്തിൽ നമുക്ക് ഇവിടുത്തെ സ്റ്റോക്ക് വേണം, പുറത്ത് ഞങ്ങൾ ഓൾറെഡി 8 വർക്ക് ചെയ്യുന്നുണ്ട്, പിന്നെ പുതിയ കസ്റ്റമർ വരും. അപ്പൊ അങ്ങനെയൊക്കെ ആവുമ്പം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം ചെയ്യും. ചെയ്യാൻ പറ്റാത്തത് കുറച്ചുകൂടെ ഡേറ്റ് നീട്ടി കൊടുക്കും അവർക്ക്. അപ്പൊ ഈ മെറ്റീരിയൽ ഇപ്പൊ മോഡൽ മാത്രമല്ല, മെറ്റീരിയൽ നമ്മൾ ഇന്ന മെറ്റീരിയലിൽ നമുക്ക് അടിച്ചു കിട്ടണം. അതായത് നമ്മൾ ഈ 300 പീസിന്റെ ഓർഡർ എടുത്തൊരു കസ്റ്റമർ വർക്ക് ചെയ്യുമ്പോൾ ഏത് മെറ്റീരിയൽ അവര് പറയുന്നത് ഞങ്ങൾ ചെയ്യും. പിന്നെ അവർക്ക് വേണ്ടി ഞങ്ങൾ വർക്ക്, അവര് പറയുന്ന മോഡല്, അവര് പറയുന്ന സൈസ്, അവര് പറയുന്ന ക്വാളിറ്റി, അവർക്ക് വേണ്ടിയാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് ഫ്രീ സൈസ് നൈറ്റി മാത്രമേ ഉള്ളൂ ജീജാസിന്. പക്ഷെ ഓർഡറിൽ ചിലപ്പോൾ എക്സൽ വേണമെങ്കിൽ എക്സൽ അടിക്കും, ഡബിൾ എക്സൽ വേണമെങ്കിൽ അതടിക്കും, ജംബോ നൈറ്റി വേണമെങ്കിൽ നമുക്ക് ജംബോ ഉണ്ട് കേട്ടോ. ഞാനത് കാണിക്കാൻ പറഞ്ഞു. നമുക്ക് ജംബോ നൈറ്റി ഉണ്ട്. ജംബോ നൈറ്റി വേണമെങ്കിൽ അത് അടിച്ചു കൊടുക്കും. ജംബോ നൈറ്റി എന്ന് പറഞ്ഞാൽ ഹെവി സൈസ്, അതായത് 60 ഇഞ്ച് ഇറക്കം കാണും. നല്ല ഹൈറ്റും വെയിറ്റും ഉള്ള ലേഡീസ് ഉണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ജംബോ നൈറ്റീസ്. അതാണ് നമ്മളതിൽ തന്നെ പറയാൻ കുറേം കൂടി ഉണ്ട്. നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ പറയാം. അപ്പം ഒന്നും കൂടെ ഇവിടുത്തെ കറക്റ്റ് ലൊക്കേഷൻ ഒന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ കൊല്ലം ജില്ലയിൽ കല്ലുവാതുക്കലാണ് നമ്മുടെ പ്രോപ്പർ പ്ലേസ് വരുന്നത്. ബസ്സിൽ വരാൻ പറ്റും. അതല്ല ദൂരെ ഉള്ളവരാണെങ്കിൽ കൊല്ലത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് റെയിൽവേ സ്റ്റേഷന്റെ പുറത്ത് വരുമ്പം തന്നെ നമുക്ക് തിരുവനന്തപുരം ബസ് സ്റ്റോപ്പാണ് നമ്മൾ കാണുന്നത്. അപ്പൊ തിരുവനന്തപുരം ബസ്സിൽ കയറി കല്ലുവാതുക്കൽ ടിക്കറ്റ് എടുത്ത് കല്ലുവാതുക്കൽ ജംഗ്ഷനിൽ ഇറങ്ങിയാൽ മതി. വന്നിറങ്ങിയതിന് ശേഷം NH നിന്ന് 40 മീറ്റർ ആണ് നമ്മുടെ ഷോപ്പ് എന്ന് പറയുന്നത്. അപ്പം ഒരുപ്പെട്ട എല്ലാം നമ്മൾ ഇവിടെ വന്നാൽ ഒരു ബിസിനസ് തുടങ്ങാം.
അത് നിങ്ങളെ ഇപ്പൊ ഇത്രയും നേരം ഇവിടെ നിന്ന് ഇത് കണ്ടു കേട്ടു ക്വാളിറ്റി എല്ലാം മനസ്സിലാക്കിയപ്പോൾ നിങ്ങളുടേതായ ഒരു അഭിപ്രായം നിങ്ങൾ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നതായിരിക്കും. ഞാൻ എന്റെ കൊച്ചുങ്ങൾ നല്ലതാന്നല്ലേ പറയത്തുള്ളൂ, എനിക്ക് വേറെ ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ. എന്റെ മക്കളെല്ലാം എനിക്ക് നല്ലതാണ്. അപ്പൊ നിങ്ങൾ നിങ്ങളുടേതായൊരു ഇത് അത് നിങ്ങളുടെ മനസ്സിലുള്ളത് തോന്നുന്നത് നിങ്ങളുടെ കസ്റ്റമേഴ്സിന് കൊടുത്ത് അവർക്ക് കുറച്ചും കൂടെ ബെറ്റർ ആവും. പിന്നെ ജിജാസിന്റെ വളർച്ചയോടൊപ്പം കൂടെ നിന്ന എൻ്റെ എല്ലാ കസ്റ്റമേഴ്സിനും, എൻ്റെ സ്റ്റാഫിനും, എൻ്റെ ഫാമിലിക്കും, എൻ്റെ മോനും, എൻ്റെ ഫ്രണ്ട്സിനും ഒക്കെ ഞാൻ ഈ ഒരു അവസരത്തിൽ നന്ദി പറയുന്നു. അതുപോലെ തന്നെ ലിറ്റിൽ ബ്രദേഴ്സ് എന്ന് പറഞ്ഞ നിങ്ങളുടെ ചാനലിനും നല്ല ഉയർച്ച ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരോടും നന്ദിയും സ്നേഹവും മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. ഇനി നമുക്ക് വീണ്ടും മനോഹരമായ ഒരു വീഡിയോയിലൂടെ കാണാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്ന് വിടവാങ്ങാം.